ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന മർദ്ദനക്കേസ് അട്ടിമറിച്ചു എന്നുള്ള SITയുടെ റിപ്പോർട്ടിൽ ADGP MR അജിത് കുമാറിനെതിരെ വകുപ്പുതല നടപടിക്ക് സാധ്യത. അജിത് കുമാറിനെതിരെ പരാമർശമുള്ള റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവി നേരിട്ട് പരിശോധിക്കും. ആഭ്യന്തര വകുപ്പിന്റെ അനുമതിയോടെ വകുപ്പുതല നടപടി സ്വീകരിക്കും. അതേസമയം അജിത് കുമാറിനെതിരെ വ്യാജരേഖ ചമയ്ക്കൽ, ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി കേസെടുക്കുന്നതിൽ നിയമോപദേശം തേടാനും സാധ്യതയുണ്ട്. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന കേസിലാണ് അതിപ്പോൾ മർദ്ദനക്കേസ് അട്ടിമറിച്ചെന്നാണ് SIT റിപ്പോർട്ടിൽ ADGP MR അജിത് കുമാറിനെതിരെ വകുപ്പുതല നടപടിക്ക് സാധ്യത എന്നുള്ള റിപ്പോർട്ട് വരുന്നത്. TV പ്രസാദ് ഉണ്ട് വിശദാംശങ്ങൾ നൽകാൻ. TV പ്രസാദ്, അപ്പോൾ MR അജിത് കുമാറിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണം നേരത്തെ വന്നിട്ടുള്ളതാണ്. ഈ വിഷയത്തിൽ വകുപ്പുതല നടപടിയിലേക്ക് എത്തുമോ എന്ന് തന്നെയായിരുന്നു അറിയേണ്ടത്. അതിനുള്ളൊരു സാധ്യത തന്നെയാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ MR അജിത് കുമാറിന്റെ പേര് പരാമർശിച്ചിട്ടുള്ള റിപ്പോർട്ട് നേരിട്ട് പരിശോധിക്കും പോലീസ് മേധാവി. ഇനി എന്തൊക്കെയായിരിക്കും നീക്കങ്ങൾ? ശ്രുതി ഷിഹാസെ, ഏറ്റവും ഗൗരവമുള്ള ഒരു ആരോപണമാണ് ADGP MR അജിത് കുമാറിനെതിരെ നേരത്തെ ഉയർന്നത്. അതിലാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് തെളിവുകൾ കിട്ടിയിരിക്കുന്നത്. മൊഴി കൊടുത്തതിൽ ഭൂരിപക്ഷം ഉദ്യോഗസ്ഥരും ആ കേസ് അട്ടിമറിക്കുന്നതിന് വേണ്ടി, അന്വേഷണം അട്ടിമറിക്കുന്നതിന് വേണ്ടി അന്നത്തെ ലോ ആൻഡ് ഓർഡർ ADGP ആയിരുന്ന MR അജിത് കുമാർ ഇടപെട്ടിരുന്നു എന്നതിന്റെ തെളിവുകളാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കിട്ടിയത്. അതുമായി ബന്ധപ്പെട്ട മൊഴികൾ അന്നത്തെ ആ കേസിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെല്ലാം സ്ഥിരീകരിച്ച ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ സ്വാഭാവികമായും വകുപ്പ് തല നടപടിയിലേക്ക് നീങ്ങേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് പോലീസ് ഉന്നതരിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യം. ഇന്നലെയാണ് പ്രത്യേക അന്വേഷണ സംഘം തലവൻ ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് DGPക്ക് കൈമാറുകയും ചെയ്ത് നിലവിലുള്ള ഒരു സാഹചര്യമുണ്ട്. അതായത് മന്ത്രിസഭ അധികാരത്തിൽ ഏറ്റെടുത്തതിന് പിന്നാലെ തന്നെ UDF സർക്കാർ ഏറ്റവും പ്രധാനമായി ഇതിനെ കണ്ടു എന്നുള്ളതാണ്. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. 5 പേർക്കെതിരെ കേസെടുത്തവർക്ക് നടപടിയിലേക്ക് പോയി. എല്ലാവരും ഇപ്പോൾ സസ്പെൻഷനിലുമാണ്. അതിലാണ് ആ കേസ് അട്ടിമറിക്കാൻ വേണ്ടി അന്നത്തെ ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ ഇടപെട്ടിരുന്നു എന്നതിന്റെ തെളിവുകൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് കിട്ടിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ എല്ലാ ഭാഗവും പരിശോധിച്ചതിന് ശേഷം ഒരു വകുപ്പ് തല നടപടിയിലേക്ക് നീങ്ങാനാണ് സാധ്യത. അതിന് എത്രത്തോളം സമയമെടുക്കും എന്ന കാര്യത്തിൽ വ്യക്തതയില്ലെങ്കിൽ പോലും നടപടി വേണ്ടിവരും എന്നുള്ളത് തന്നെയാണ് ആ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് മനസ്സിലാകുന്നത്. ശ്രുതി ഷിഹാസ്. ശരി, വ്യക്തമാണ്. TV പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്.